നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പറയുകയാണ്. ഇതുവരെ കംപ്ലീറ്റഡ് ആയിട്ടുള്ള കാർഡിനി യൂട്ടിലിറ്റി അനാലിസിസും ഓർഡിനി യൂട്ടിലിറ്റി അനാലിസിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ എല്ലാ ഉത്തരങ്ങളും ടെക്സ്റ്റ് ബുക്കിലുണ്ട്. എക്കണോമിക്സിന്റെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, എല്ലാ ബുക്കുകളിലും ഉണ്ട്. പ്രധാനമായിട്ടും നമ്മൾ തന്നിട്ടുള്ള ജോൺസൺ കെ ജോയ്സിന്റെ ടെക്സ്റ്റ് ആണ്. അതിൽ വളരെ വിശദമായി തന്നെ ഓരോ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഞാനിവിടെ പറയുന്ന ഉത്തരങ്ങൾ കേട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയ ശേഷം ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാകും. തിങ്കളാഴ്ച 24-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് നോട്ട്ബുക്കിൽ എഴുതിയിട്ട് അതിന്റെ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് പേഴ്സണലായിട്ട് വാട്സപ്പ് ചെയ്താൽ മതിയാകും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഗിവ് എ ബ്രീഫ് നോട്ട് ഓൺ കാർഡിനി യൂട്ടിലിറ്റി അനാലിസിസ്. കാർഡിനി യൂട്ടിലിറ്റി അനാലിസിസുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, actually there are 3 approaches that explain consumer behavior and demand in the market. First one is Cardini utility analysis, and the second one is ordinary utility analysis, and the third one is Paul Samuelson's revealed preference theorem. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ കാർഡിനി യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർഡിനി യൂട്ടിലിറ്റി അനാലിസിസ് എക്സ്പ്ലെയിൻസ് ദാറ്റ് യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് ഇൻ നമ്പേഴ്സ്. അപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്? യൂട്ടിലിറ്റി എന്താണെന്നൂടെ പറഞ്ഞിരിക്കുന്നത്. Cardini utility analysis propounded by Alfred Marshall, and he says that utility can be measured in numbers. Utility is defined as a one satisfying power of a commodity, and also utility is subjective. Different persons will get different levels of utility from the same commodity. എന്നുള്ള കാര്യമൊക്കെ നമ്മൾ അവിടെ പറയണം. അതുപോലെ തന്നെ Cardini utility analysis explains that why the demand curve is negatively sloped എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിക്കണം. നമ്മൾ പറഞ്ഞ കാര്യം അതൊക്കെ തന്നെ അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വിശദീകരിക്കുക. മാർജിൻ യൂട്ടിലിറ്റീസ് ഡിമിനിഷിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയണം. മനസ്സിലാക്കണം. ആ ചാപ്റ്ററിന്റെ ഏറ്റവും ആദ്യം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 3 സിദ്ധാന്തങ്ങളാണ് ഉള്ളത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വൺ ഓഫ് ദ ഓൾഡസ്റ്റ് തിയറീസ് ആണ് എന്ത്? കാർഡിനി യൂട്ടിലിറ്റി അനാലിസിസ്. മാർഷലാണത് ഫൗണ്ട് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ പറയണം. അപ്പൊ യൂട്ടിലിറ്റി എന്താണെന്നുള്ള പറഞ്ഞാൽ, യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു വസ്തുവിന്റെ ഉപഭോക്താവിനെ സംതൃപ്തിപ്പെടുത്താനുള്ള കഴിവാണ് എന്നുള്ള കാര്യങ്ങൾ പറയുക. യൂട്ടിലിറ്റി സബ്ജക്റ്റീവ് എന്നുള്ള കാര്യങ്ങൾ പറയുക. അതുപോലെ തന്നെ മാർഷൽ പറയുന്നത് ഒരു ഉപഭോക്താവ് ഒരു വസ്തു കൺസ്യൂം ചെയ്യുന്നതനുസരിച്ച് അതിൽ നിന്ന് ലഭിക്കുന്ന മാർജിനി യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ് കുറഞ്ഞു വരും. അപ്പോൾ വെൻ ദ മാർജിൻ യൂട്ടിലിറ്റി ബിക്കം 0, ദ പേഴ്സൺസ് ടോട്ടൽ യൂട്ടിലിറ്റി മസ്റ്റ് ബി maximum. At that point, the consumer stops his consumption, or he'll reach the satisfied or satisfaction level, and he'll stop the consumption എന്നുള്ളതാണ്. അപ്പൊ ആ സിദ്ധാന്തങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലേ, ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അത് ചെറുതായിട്ടൊന്ന് നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ. ഒരു പേജ് വരുന്ന, അല്ലെങ്കിൽ ഒരു പേജ് അത്രയൊക്കെ എഴുതിയാൽ മതി. ഒരു പേജ് താഴെയോ എത്രയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ആദ്യം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. നമുക്കറിയാവുന്ന കാര്യമാണ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താന്നുള്ള കാര്യം നമ്മൾ വിശദീകരിച്ചതാണ്. അപ്പൊ ഡയഗ്രത്തിന്റെ സഹായത്തോട് കൂടിയിട്ട് പറയാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഡയഗ്രം എന്താ നമുക്കറിയാം അല്ലെ. ഏതാണ്? കഴിഞ്ഞ ദിവസം നമ്മൾ വരച്ച ഡയഗ്രാണ്. ഞാനിപ്പോ അത് ആ സ്ലൈഡിലേക്ക് പോകുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം അല്ലെ. ടോട്ടൽ യൂട്ടിലിറ്റി. ഈ ഡയഗ്രം എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം കേട്ടോ. ടോട്ടൽ യൂട്ടിലിറ്റി മാർജിൻ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ ഏകദേശം ഇതൊരു ഷേപ്പ് ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് ഈ ഡയഗ്രം തന്നെയാണ് വരയ്ക്കേണ്ടത്. ടോട്ടൽ യൂട്ടിലിറ്റി മാർജിൻ യൂട്ടിലിറ്റിയും വരുന്ന രീതി, രണ്ടുകൂടെ വരുന്ന രീതിയിൽ ഡയഗ്രം വരച്ചു കൊടുക്കുക. നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഫുള്ളായിട്ട് ആ പിക്ചർ വേണം. ആ ഡയഗ്രം നോക്കിയിട്ടാണ് നമ്മൾ വിശദീകരിക്കേണ്ടത്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, എക്കണോമിക്സിൽ പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഡയഗ്രംസ് എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ബൈഹാർട്ട് ചെയ്ത് വെച്ച് അല്ലെങ്കിൽ പഠിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ വസ്തുതകളെ വിശദീകരിച്ച് എഴുതുന്നതിന് പകരം എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഡയഗ്രങ്ങൾ വരയ്ക്കുന്നത്. ഇപ്പൊ ഈ ഡയഗ്രം നോക്കിയാൽ നമുക്ക് നമ്മുടെ സിദ്ധാന്തം മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ഒറ്റ ഡയഗ്രം വരച്ചു കഴിഞ്ഞാൽ ഒരു 2 പേജ് എഴുതുന്നതിന് തുല്യമാണ്. അപ്പൊ ഇക്വേഷനും ഡയഗ്രംസ് എക്കണോമിക്സ് പ്രധാനമാണ്. ഡയഗ്രംസ് പഠിക്കേണ്ടതാണ്, വരച്ച് തന്നെ പഠിക്കേണ്ടതാണ്. ആ ഡയഗ്രംസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1, 2, 3 പേജ് എഴുതാനുള്ള ആശയങ്ങൾ ആ ഡയഗ്രത്തിൽ നിന്ന് ലഭിക്കും. ഈ ഡയഗ്രത്തിലേക്ക് നോക്കുക. നമ്മുടെ ചോദ്യം ഇതാണ്, എക്സ്പ്ലെയിൻ ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രം. ഇപ്പൊ മാർഷലിന്റെ കാർഡിനി യൂട്ടിലിറ്റി അനാലിസിസിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഘടകമാണ് മാർജിൻ യൂട്ടിലിറ്റി എന്നുള്ള കാര്യം. അപ്പൊ മാർജിൻ യൂട്ടിലിറ്റി തിയറി അല്ലെ ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി തിയറി എന്താണ് പറയുന്നത്?
when the person consumes more and more units of the commodity, his marginal utility becomes 0 or negative എന്നുള്ള കാര്യമാണ് പറയുന്നത് അല്ലെ. ഒരു വ്യക്തി ഒരു വസ്തുവിന്റെ കൂടുതൽ യൂണിറ്റുകൾ ഉപഭോഗം ചെയ്യുന്നതനുസരിച്ച് ആ വ്യക്തിക്ക് ലഭിക്കുന്ന വസ്തുവിൽ നിന്ന് ലഭിക്കുന്ന മാർജിൻ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ് കുറഞ്ഞു വരും എന്നുള്ള പറയുന്നത്. അപ്പൊ അവസാനം മാർജിൻ യൂട്ടിലിറ്റി 0 ആകുന്ന പോയിന്റിൽ അദ്ദേഹത്തിന്റെ ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ ആ പോയിന്റിൽ എത്ര യൂണിറ്റ് ആണോ അല്ലെ എത്ര അളവ് ക്വാണ്ടിറ്റീസ് ആണോ ഉള്ളത്, ക്വാണ്ടിറ്റി ആണോ ഉള്ളത് 5 10 എത്രയാണോ ഉള്ളത് ആ ലെവൽ വരെയാണ് ഉപഭോക്താവ് കൺസ്യൂം ചെയ്യുന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ആ സാധനം മേടിച്ചു കഴിഞ്ഞാൽ ആ വസ്തു മേടിച്ചു കഴിഞ്ഞാൽ ഉപഭോക്താവിന് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും, നെഗറ്റീവ് ആയിട്ടുള്ള സന്തോഷമായിരിക്കും ഉണ്ടാകുക, അല്ലെങ്കിൽ സന്തോഷം കുറയും. നമ്മൾ 10 ആപ്പിൾ കഴിച്ചു 11ാമത്തെ ആപ്പിൾ കഴിക്കാൻ തുടങ്ങുമെന്ന് കരുതുക. 10 ആപ്പിളൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ ഛർദ്ദിക്കാൻ തോന്നും, നമ്മുടെ ഡിസ്യൂട്ടിലിറ്റി ആയിരിക്കും ഉണ്ടാകുക അല്ലെ. അപ്പൊ മാർജിൻ യൂട്ടിലിറ്റി എപ്പോഴാണ് 0 ആകുന്നത്, ആ ലെവലില് ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യപ്പെടും, അവിടെ കൺസംഷൻ നിർത്തും അവിടെ. അപ്പൊ നമ്മുടെ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി പറയുന്നത് എന്താണ്, ഒരു ഉപഭോക്താവ് ഒരു വസ്തുവിന്റെ കൂടുതൽ യൂണിറ്റുകൾ മേടിക്കുന്നതനുസരിച്ച് ഓരോ യൂണിറ്റുകൾ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നതനുസരിച്ച് അതിൽ നിന്ന് ലഭിക്കുന്ന അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ അഥവാ മാർജിൻ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഡിക്ലൈൻ ചെയ്യും, 0 ആകും എന്നുള്ളതാണ്. അപ്പൊ ഈ ഡയഗ്രാം വരച്ചിട്ട് അത് വിശദീകരിക്കുക, സംശയമില്ലല്ലോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിൻ യൂട്ടിലിറ്റി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ്, നമ്മളിപ്പോ വരച്ച അതേ ഡയഗ്രാം തന്നെയാണ്. അപ്പൊ അത് ഈ ഡയഗ്രാം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഡയഗ്രാം മാത്രം ഓർത്താൽ മതി, അല്ലെ വേറെ ഒന്നും ചെയ്യണ്ട. ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി 5 4 3 എന്നുള്ള രീതി ഇരിക്കും. ഒന്നുകൂടെ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് മാർജിൻ യൂട്ടിലിറ്റി ടോട്ടൽ യൂട്ടിലിറ്റി തമ്മിലുള്ള റിലേഷൻസ് ആണ്. നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാവുന്ന കാര്യം കേട്ടോ, കൂടുതൽ വായിക്കാനൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് പറയാൻ വേണ്ടിയിട്ട് വായിക്കേണ്ടെന്നല്ല. അപ്പൊ ആദ്യം തന്നെ നോക്കൂ, ആദ്യമേ മാർജിൻ യൂട്ടിലിറ്റിയും ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് തുല്യമാണ്. അതായത് ആദ്യത്തെ ലെവല് അല്ലെങ്കിൽ എന്താണ് രണ്ടാമത്തെ ലെവല് എന്തെങ്കിലും ആയിട്ട്, സാധാരണ ആദ്യത്തെ സ്റ്റാർട്ട് ചെയ്യുക നോർമലി. ആദ്യത്തെ കൺസംഷൻ ലെവൽ തുടങ്ങുമ്പോൾ ആദ്യത്തെ വസ്തുവിൽ നിന്ന് ലഭിക്കുന്ന ടോട്ടൽ യൂട്ടിലിറ്റി മാർജിൻ യൂട്ടിലിറ്റി ഒന്ന് തന്നെയായിരിക്കും. അതായത് ഫസ്റ്റ് ലെവൽ കൺസംഷനിൽ മാർജിൻ യൂട്ടിലിറ്റി ആൻഡ് ടോട്ടൽ യൂട്ടിലിറ്റി വിൽ ബി ഈക്വൽ അല്ലെ. അപ്പോൾ ആദ്യത്തെ യൂണിറ്റ് കൺസംഷനിൽ ലഭിക്കുന്ന ടിയും എംയു എന്ന് പറയുന്ന ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ സെയിം ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ എന്ത് സംഭവിക്കും, ടോട്ടൽ യൂട്ടിലിറ്റി വർദ്ധിക്കാൻ തുടങ്ങുന്നുള്ള 2 3 4 എന്നിങ്ങനെ ഉപഭോഗം കൂടുന്നതനുസരിച്ച് ടോട്ടൽ യൂട്ടിലിറ്റി കൂടുവാൻ തുടങ്ങും. മാർജിൻ യൂട്ടിലിറ്റിക്ക് എന്ത് സംഭവിക്കും, മാർജിൻ യൂട്ടിലിറ്റി ആദ്യമേ ചിലപ്പം കൂടിയേക്കാം ചിലപ്പോൾ കുറഞ്ഞേക്കാം എന്നുള്ളതാണ്, ഡിപ്പെൻസ്. ചിലപ്പം സാധാരണഗതി കുറയുക ചെയ്യുന്നത്, ചില അപൂർവം ചില കേസുകളിൽ സ്വല്പം വർദ്ധിച്ചേക്കാം, ചെറുതായിട്ട് 1 യൂണിറ്റോ 2 യൂണിറ്റോ ചിലപ്പം വർദ്ധിച്ചേക്കാം, അങ്ങനെയുള്ള കേസുകളുണ്ട്. നമ്മൾ പക്ഷെ അത് പറയാറില്ല ഇവിടെ, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇത്രമാത്രം മനസ്സിലാക്കുക, ടോട്ടൽ യൂട്ടിലിറ്റി ആദ്യം വർദ്ധിക്കുന്നു, നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ മതി. ടോട്ടൽ യൂട്ടിലിറ്റി ആദ്യം വർദ്ധിക്കുന്നു, മാർജിൻ യൂട്ടിലിറ്റി കുറയുമെന്നാണ് നിങ്ങൾ പറഞ്ഞാൽ മതി. നമ്മൾ അതിന്റെ എക്സ്ട്രീം കേസിലോട്ടൊന്നും പോകണ്ട. അപ്പൊ ടോട്ടൽ യൂട്ടിലിറ്റി കൂടുമ്പോൾ മാർജിൻ യൂട്ടിലിറ്റി കുറയുമെന്ന് നിങ്ങൾ പറഞ്ഞു, മനസ്സിലായോ? ടോട്ടൽ യൂട്ടിലിറ്റി വർദ്ധിക്കുന്നു, മാർജിൻ യൂട്ടിലിറ്റി കുറയാൻ തുടങ്ങും. പിന്നെ എന്ത് സംഭവിക്കുന്നു, മാർജിൻ യൂട്ടിലിറ്റി 0 ആകുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യപ്പെടുന്നു. മാർജിൻ യൂട്ടിലിറ്റി 0യിലേക്ക് വരുന്നു, ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യുന്നു. അപ്പൊ അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്, മാർജിൻ യൂട്ടിലിറ്റി 0യിൽ എത്തുന്നിടം വരെ അല്ലെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി പോസിറ്റീവ് ആയിരിക്കുന്നിടത്തോളം കാലം ടോട്ടൽ യൂട്ടിലിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? ഇപ്പൊ ഒന്നാമത്തെ ഞാൻ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ആദ്യത്തെ ലെവൽ കൺസംഷനിൽ ടിയും എമ്മിയും തുല്യമായിരിക്കും. മാർജിൻ യൂട്ടിലിറ്റി ടോട്ടൽ യൂട്ടിലിറ്റി ഒന്ന് തന്നെയായിരിക്കും അല്ലെങ്കിൽ തുല്യമായിരിക്കും. മാർജിൻ യൂട്ടിലിറ്റി കുറയുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി വർദ്ധിക്കുന്നു എന്നുള്ളത്. മാർജിൻ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി വർദ്ധിക്കുകയാണ്. മാർജിൻ യൂട്ടിലിറ്റി പോസിറ്റീവ് ആയിരിക്കുന്നിടത്തോളം സമയം ടോട്ടൽ യൂട്ടിലിറ്റി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതായത് എംയു എന്ന് പറയുന്നത് 12 അല്ലെങ്കിൽ 8 7 6 എന്നിങ്ങനെ 0ത്തിലേക്ക് എത്തുന്നിടം വരെ എംയു കുറഞ്ഞുകൊണ്ടിരിക്കുക മാർജിൻ യൂട്ടിലിറ്റി. അങ്ങനെ മാർജിൻ യൂട്ടിലിറ്റി 0ത്തിലേക്ക് എത്തുന്നിടം വരെ അത് പോസിറ്റീവ് സംഖ്യ ഉള്ളത്. അങ്ങനെ മാർജിൻ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ 0ത്തിലേക്ക് എത്തുന്നിടം വരെ ടോട്ടൽ യൂട്ടിലിറ്റി വർദ്ധിക്കും. അതായത് മാർജിൻ യൂട്ടിലിറ്റി പോസിറ്റീവ് ആയിരിക്കുന്നിടത്തോളം സമയം ടോട്ടൽ യൂട്ടിലിറ്റി
വർദ്ധിക്കും എന്നുള്ളത്. മാർജിൻ യൂട്ടിലിറ്റി 0 ആകുമ്പം ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആയിരിക്കും. മാർജിൻ യൂട്ടിലിറ്റി 0 ആകുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആയിരിക്കും. മാർജിൻ യൂട്ടിലിറ്റി നെഗറ്റീവ് ആകുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി കുറയാൻ തുടങ്ങും. മാർജിൻ യൂട്ടിലിറ്റി 5 താഴേക്ക് അല്ലെങ്കിൽ 0 കഴിഞ്ഞ് താഴേക്ക് വരും. 5ാമത്തെ വസ്തു മേടിച്ചു കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഉപഭോഗം ചെയ്യുമ്പോഴത്തേക്കും മാർജിൻ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ 0 ആവും. പിന്നെ 5ാമത്തെ വസ്തു മേടിക്കുമ്പോൾ യൂട്ടിലിറ്റി 0 ആവുകയോ ചെയ്യും. ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെയും വസ്തുക്കൾ മേടിക്കുകയാണെങ്കിൽ മാർജിൻ യൂട്ടിലിറ്റി നെഗറ്റീവ് ആകും. ടോട്ടൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യുന്നു? ഡിക്ലൈനിങ് ആയിരിക്കും. അതായത് മാർജിൻ യൂട്ടിലിറ്റി നെഗറ്റീവ് ആകുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങും എന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ അല്ലെ? ആദ്യം TU MUയും സെയിം ആയിരിക്കും. MU ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും TU കൂടുന്നു. MU പോസിറ്റീവ് ആയിരിക്കുന്നിടത്തോളം സമയം TU വർദ്ധിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും. MU 0 ആകുമ്പോൾ TU മാക്സിമം ആയിരിക്കും. MU നെഗറ്റീവ് ആകുമ്പോൾ TU എന്ന് പറയുന്നത് കുറയാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഡയഗ്രാം നോക്കി തന്നെ എഴുതാവുന്ന കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ മതി ഡയഗ്രാം വരച്ചിട്ട്. എക്സ്പ്ലെയിൻ ലോ ഓഫ് ഡിമാൻഡ്. ചോദന നിയമം എന്താന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ചോദന നിയമം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ എന്താണ്? ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ഈസ് നോൺ ആസ് ലോ ഓഫ് ഡിമാൻഡ്. ഇഫ് അതർ തിങ്സ് റിമെയിൻ ദ സെയിം മറ്റു കാര്യങ്ങൾ മാറ്റമില്ലെങ്കിൽ ഇറ്റ്സ് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് എന്നുള്ളതാണ് ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത്. അതായത് മറ്റു കാര്യങ്ങളിൽ മാറ്റമില്ലെങ്കിൽ ഒരു വസ്തുവിന്റെ വിലയും അതിന്റെ ചോദനവും തമ്മിൽ വിപരീത അനുപാതത്തിൽ ബന്ധപ്പെട്ടിരിക്കും. അതാണ് ലോ ഓഫ് ഡിമാൻഡ്. മനസ്സിലായില്ലേ? പിന്നെ എന്താ പറയുന്നത്? വില കൂടിയിരിക്കുമ്പോഴത്തേക്കും ഡിമാൻഡ് കുറവായിരിക്കും, വില കുറഞ്ഞിരിക്കുമ്പോഴത്തേക്കും ഡിമാൻഡ് കൂടുതലായിരിക്കും എന്നുള്ളത്. അതാണ് ലോ ഓഫ് ഡിമാൻഡ്. അതായത് നമ്മൾ ആ ഡയഗ്രാം കഴിഞ്ഞ ദിവസം വരച്ചായിരുന്നു. ഇതുപോലെ ഒരു ഡയഗ്രാം വരച്ച് വേണം വരയ്ക്കാൻ കേട്ടോ. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഞാൻ ഇപ്പൊ വരയ്ക്കാം. 0 ഇവിടെ പ്രൈസ് മെഷർ ചെയ്യും, ഇവിടെ ക്വാണ്ടിറ്റി മെഷർ ചെയ്യും. പ്രൈസ് കൂടിയിരിക്കുമ്പോഴത്തേക്കും പ്രൈസ് 10 ആണെങ്കിൽ ഡിമാൻഡ് 2 ആയിരിക്കും. പ്രൈസ് 2 ആയിട്ട് കുറയുമ്പോഴത്തേക്കും ഡിമാൻഡ് 10 ആയിട്ട് കൂടും. അപ്പൊ മറ്റു കാര്യങ്ങളിൽ മാറ്റമില്ലാത്തൊക്കെ നമുക്ക് പിന്നീട് വിശദമായി കാണാനുള്ളതാണ്. നമ്മൾ പറഞ്ഞു ലോ ഓഫ് ഡിമാൻഡ് എന്താണെന്നുള്ളത് നേരത്തെ പഠിച്ചത്. നന്നായിട്ട് ലോ ഓഫ് ഡിമാൻഡ് പറഞ്ഞു. ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന കുറെ ഘടകങ്ങളൊക്കെ പറഞ്ഞു അല്ലെ? പ്രൈസ് ഓഫ് അതർ ഗുഡ്സും ഇൻകം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഒക്കെ പറഞ്ഞായിരുന്നു. അതൊക്കെ നമുക്ക് പിന്നെ കാണാനുള്ള, അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറയുന്നില്ല. അപ്പൊ അതിലൊന്നും മാറ്റമില്ലെങ്കിൽ ഒരു വസ്തുവിന്റെ വിലയും അതിന്റെ ചോദനവും തമ്മിലുള്ള വിപരീത ബന്ധത്തെയാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിന്റെ വില 10 ആണെങ്കിൽ അതിന്റെ ഡിമാൻഡ് വളരെ കുറവായിരിക്കും 2. അതിന്റെ വില 2 ആയിട്ട് കുറയുമ്പോൾ ഡിമാൻഡ് എന്ന് പറയുന്നത് 10 ആയിട്ട് കൂടും. വില കൂടിയിരിക്കുമ്പോൾ ഡിമാൻഡ് കുറവാണ്, വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. അല്ലെ ഓപ്പോസിറ്റ്. വില കുറഞ്ഞിരിക്കുമ്പോൾ ഡിമാൻഡ് കൂടുതലും, വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. അപ്പൊ അതാണ് ലോ ഓഫ് ഡിമാൻഡ്. അപ്പൊ ഈ ഡയഗ്രാം വരച്ചിട്ട് നിങ്ങൾ എന്താണ് ലോ ഓഫ് ഡിമാൻഡ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് എഴുതിയാൽ മതി. അവിടെ ഒരു പോർഷനിലുണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ സ്ലൈഡ്സ് നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. 5ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ദ ഡിമാൻഡ് കർവ് ഈസ് ഡിറൈവ്ഡ് അണ്ടർ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. നമ്മൾ പറയേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ നേരത്തെ കണ്ട കാര്യമാണ്. എങ്ങനെയാണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഡിമാൻഡ് കർവ് ഡിറൈവ് എന്ന് നമ്മൾ സ്ലൈഡിനകത്ത് കണ്ട, അല്ലെങ്കിൽ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. ചാപ്റ്റർ 2 നമ്മുടെ ഈ ഒരു സ്ലൈഡ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റിനകത്തുണ്ട്. ഇവിടെ എന്താ കാണിക്കുന്നത്? ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ മാർജിൻ യൂട്ടിലിറ്റി കർവിന്റെ ഡയഗ്രം ഉണ്ട്, റൈറ്റ് സൈഡിൽ ഡിമാൻഡ് കർവ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളത് വിശദീകരിച്ച് കേട്ടോ, പെട്ടെന്ന് പറഞ്ഞു പോകുന്നുള്ളൂ ഞാനിപ്പം. ഇവിടെ മാർജിൻ യൂട്ടിലിറ്റി കർവ് കാണിക്കുന്നത് എന്താണ്? ആ ഒന്നാമത്തെ വസ്തു കൺസ്യൂം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വസ്തുവിന്റെ ഒന്നാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ യൂട്ടിലിറ്റി 15 ആണ്. 2ാമത്തെ അളവ് കൺസ്യൂം ചെയ്യുമ്പോൾ യൂട്ടിലിറ്റി 10 ആയിട്ട് കുറയുന്നു. 3ാമത്തെ ആകുമ്പോഴത്തേക്ക് യൂട്ടിലിറ്റി 5 ആയിട്ട് കുറയുന്നു. അതായത് ഒരു വസ്തുവിന്റെ കൂടുതൽ ക്വാണ്ടിറ്റീസ് കൺസ്യൂം ചെയ്യുന്നതനുസരിച്ച് ആ വസ്തുവിൽ നിന്ന് ലഭിക്കുന്ന യൂട്ടിലിറ്റികൾ, അല്ലെ മാർജിൻ യൂട്ടിലിറ്റികൾ എന്ന് പറഞ്ഞാൽ ഡിക്ലൈനിങ് ആണ് അല്ലെങ്കിൽ ഡിമിനിഷിംഗ് ആണ് എന്നുള്ളതാണ് ഈ ഡയഗ്രാം പറയുന്നത്. ഇപ്പൊ ലോ ഓഫ് ഡിമാൻഡിനകത്ത് പറയുന്നത് എന്താണ്? വില കൂടിയിരിക്കുമ്പോൾ ഡിമാൻഡ് കുറവായിരിക്കും, വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടും അല്ലെ?
ഈ ലോ ഓഫ് ഡിമാൻഡ് അല്ലെ ലോ ഓഫ് ഡിമാൻഡിനകത്തെ ഡിമാൻഡ് കർവിന്റെ നെഗറ്റീവ് സ്ലോപ്പിംഗ് താഴേക്ക് ചെരിഞ്ഞിരിക്കാനുള്ള കാരണമാണ് മാർജിൻ യൂട്ടിലിറ്റി കർവിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇപ്പൊ മാർഷൽ പറയുന്ന ഇതാണ്, ഒരു വസ്തുവിന്റെ ആദ്യത്തെ അളവ് മേടിക്കുമ്പോഴത്തേക്ക് ആ വ്യക്തിക്ക് ലഭിക്കുന്ന മാർജിൻ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് അദ്ദേഹം ആദ്യത്തെ അളവ് വസ്തുക്കൾ അല്ലെങ്കിൽ ആദ്യം അദ്ദേഹം മാർജിൻ യൂട്ടിലിറ്റി കൂടുതലുള്ളതുകൊണ്ട് ഉയർന്ന വിലയാണെങ്കിലും ഉയർന്ന യൂട്ടിലിറ്റി കിട്ടുന്നതുകൊണ്ട് ഉയർന്ന വിലയാണെങ്കിലും മേടിക്കും എന്നുള്ളത്. രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ അളവുകൾക്ക് ലഭിക്കുന്ന മാർജിൻ യൂട്ടിലിറ്റികൾ കുറവായതുകൊണ്ട് രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ അളവ് അല്ലെ ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ്സ് മേടിക്കണമെന്നുണ്ടെങ്കിൽ അവയുടെ വില കുറയണം. അതായത് വില കുറഞ്ഞാലേ അവ കൂടുതൽ മേടിക്കുള്ളൂ, കാരണം അതിൽ നിന്ന് ലഭിക്കുന്ന യൂട്ടിലിറ്റി കുറവാണ് എന്നാണ് മാർഷൽ വിശദീകരിക്കുന്നത്. മനസ്സിലായി കാണുന്നു അല്ലെ? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമാണ്, അതുകൊണ്ടാണ് അതിലേക്ക് കൂടുതൽ പോവാത്തത്. നമുക്ക് തിരിച്ചു വരാം, നമ്മുടെ സ്ലൈഡിലേക്ക് തന്നെ എത്തിച്ചു വരാം. അപ്പൊ ഇതിനകത്ത് ഹൗ ദ ഡിമാൻഡ് കർവ് ഇസ് ഡിറൈവ്ഡ് അണ്ടർ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്നുള്ളത് ഒന്നെങ്കിൽ സ്ലൈഡ് നോക്കി നിങ്ങൾ അങ്ങ് വിശദീകരിച്ചാൽ മതി, എഴുതിയാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്, ഡെറിവേഷൻ ഓഫ് ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എനിക്കൊന്നത് മലയാളം ടെക്സ്റ്റിനകത്ത് അത് ഇല്ലെന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾക്ക് ആശയം മനസ്സിലായി കാണുമല്ലോ അല്ലെ? ആശയം മനസ്സിലായി കാണും. നമ്മളത് കഴിഞ്ഞ ദിവസം വിശദീകരിച്ചാണ്. ആ മനസ്സിലായ ആശയം നിങ്ങൾ അങ്ങ് എഴുതിയാലും മതി കേട്ടോ. മനസ്സിലായ ആശയം നിങ്ങളങ്ങ് വിശദീകരിച്ചാൽ മതി. മലയാളത്തിൽ നിങ്ങളുടേതായ വാക്യത്തിലാണ് എഴുതേണ്ടത്, അല്ലെ ഭാഷയിലാണ് എഴുതേണ്ടത്. എനിക്ക് ടെസ്റ്റ് എന്നുള്ള കട്ട് ആൻഡ് പേസ്റ്റ് എന്നുള്ള രീതിയിലുള്ള കാര്യമല്ല വേണ്ടത്. നമ്മളെപ്പോഴും നോട്ട് എടുക്കുക, നോട്ട് എഴുതുക എന്ന് പറയുമ്പോഴത്തേക്കും എന്തേലും കിട്ടുന്ന ഒരു സംഭവം അതേ രീതിയിൽ കോപ്പി ചെയ്ത് എഴുതി വെക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല. കയ്യേഷം പോലും നന്നാവണമെന്നില്ല പലപ്പോഴും. വെറുതെ ആർക്കാണ്ടൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഈ നോട്ട് എഴുതുമ്പോഴത്തേക്കും ആ ഒരു പോർഷൻ വായിച്ചു നോക്കണം കേട്ടോ. ഇപ്പൊ എന്താണ് ഡിമാൻഡ് കർവ് എങ്ങനെ ഡിറൈവ് ചെയ്യുന്നതെന്നുള്ളത് ചോദ്യം വരുമ്പോഴത്തേക്കും എന്റെ സ്ലൈഡ്സ് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് എടുത്ത് ആ പോർഷൻ എടുത്തിട്ട് കേൾക്കണം. അപ്പൊ ആദ്യത്തേനകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുള്ളൂ, ആദ്യത്തെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റത്തെ വീഡിയോയ്ക്കകത്ത്. അപ്പോൾ അത് ഒന്നുകൂടെ വിശദീകരിച്ചിട്ട് പിന്നെ അടുത്ത സ്ലൈഡിനകത്ത് അല്ലെങ്കിൽ അടുത്ത വീഡിയോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡെറിവേഷൻ ഓഫ് ഡിമാൻഡ് കർവ് എന്നുള്ള കാര്യങ്ങൾ ആ ഒരു സ്ലൈഡിനകത്ത് അല്ലെങ്കിൽ ആ വീഡിയോയ്ക്കകത്ത് നമ്മൾ കൂടുതൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ ആശയം മനസ്സിലാക്കിയിട്ട് ആ മനസ്സിലായ ആശയം നിങ്ങളുടേതായ ഭാഷയിൽ എഴുതേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം ഒരു കാര്യം വായിച്ചു നോക്കുന്നു, അത് മനസ്സിലാക്കുന്നു. അങ്ങനെ മനസ്സിലാക്കിയ ശേഷം നമ്മളുടേതായ ഭാഷയിലാണ് നോട്ട് എഴുതേണ്ടത്. അങ്ങനെ ഒരു തവണ നിങ്ങൾ നോട്ട് എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് മറന്നു പോവില്ല. കാരണം മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ നോട്ട് ചെയ്തു കേട്ടോ. അപ്പൊ അങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് കുറെ സംഭവങ്ങൾ തന്നത് അതേ രീതി നോക്കി എഴുതി വെച്ചിട്ട് ഒരു പ്രയോജനമില്ല. അങ്ങനെയല്ല നോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ സമയമില്ലെങ്കിൽ എഴുതാൻ വേണ്ടി തരുന്ന അങ്ങനെയൊക്കെ. ഒരു സമയമില്ല, ക്ലാസ് എടുത്തിട്ട് അധികം പോകും, നോട്ട് എഴുതിക്കോളാൻ പറഞ്ഞിട്ട് ഒരു ബുക്കോ അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് കുറെ പേപ്പേഴ്സ് തരിക. സമയമില്ലാത്ത സമയത്ത്. ഇപ്പൊ ഇഷ്ടംപോലെ സമയമുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക, പാഠഭാഗങ്ങൾ വീഡിയോസ് കാണുക, കണ്ട ശേഷം ആശയം മനസ്സിലാക്കുക. എന്നിട്ട് ടെക്സ്റ്റിൽ നോക്കണ്ടെന്നല്ല, നോക്കി നിങ്ങളുടേതായ ഭാഷയിലുള്ള സെന്റൻസുകളാണ് വരേണ്ടത്. അതേ രീതിയിൽ ടെക്സ്റ്റിൽ അതേ രീതി കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ട് കോപ്പി ചെയ്ത് എഴുതി വെച്ചിട്ട് എനിക്ക് അയച്ചിട്ട് നിങ്ങൾക്ക് പ്രയോജനം ഒന്നും കിട്ടാൻ പോകുന്നില്ല. പേനയിലെ കുറെ മഷി തീരുമെന്ന് മാത്രമേ, അതിന്റെ പ്രയോജനം കിട്ടില്ല. അങ്ങനെയല്ലേ എഴുതേണ്ടത് കേട്ടോ, ശ്രദ്ധിക്കും. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് യു മീൻ ബൈ മോണോട്ടോണിക് പ്രിഫറൻസസ് ഓഫ് എ കൺസ്യൂമർ? ഒരു ഉപഭോക്താവിന്റെ മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ഒരു ഡെഫിനേഷൻ നിങ്ങൾ എഴുതിയാൽ മതി അല്ലെ. ബിറ്റ്വീൻ എനി ടു കൺസംഷൻ ബണ്ടിൽസ് ദ കൺസ്യൂമർ പ്രിഫേഴ്സ് എ ബണ്ടിൽ വിച്ച് ഹാസ് അറ്റ്ലീസ്റ്റ് മോർ ഓഫ് വൺ ഗുഡ് ആൻഡ് നോ ലെസ് ഓഫ് ദ അതർ ആസ് കമ്പയർഡ് ടു ദ അതർ എന്നുള്ളതാണ് പറയുന്നത്. അതായത് രണ്ട് കൺസംഷൻ ബണ്ടിലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ഏതെങ്കിലും ഒരു കൺസംഷൻ ബണ്ടിലാണ് ഉപഭോക്താവ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ആ കൺസംഷൻ ബണ്ടിലെ ഏതെങ്കിലും ഒരു ഐറ്റം അടുത്ത കൺസംഷൻ ബണ്ടിലെ ആ ആദ്യത്തെയോ രണ്ടാമത്തെ, സാധാരണ ആദ്യത്തെ ഐറ്റത്തേക്കാൾ കൂടിയിരിക്കണം. അതുപോലെ നമ്മൾ സെലക്ട് ചെയ്ത ബണ്ടിലെ രണ്ടാമത്തെ ഐറ്റം അടുത്ത കമ്പയർ ചെയ്ത ബണ്ടിലെ രണ്ടാമത്തെ ഐറ്റത്തെക്കാളും കുറയാൻ പാടില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം അല്ലെ. അപ്പൊ രണ്ട് ബണ്ടിൽ സെലക്ട് ചെയ്യുന്ന ഐറ്റത്തിനകത്തെ ഒരു ഐറ്റം കൂടിയിരിക്കുക, രണ്ടാമത്തെ കുറയാനും പാടില്ല. ഫസ്റ്റും അല്ലെ രണ്ട് കണ്ടീഷനാണല്ലോ, ഫസ്റ്റ് കണ്ടീഷൻ സെക്കൻഡ് കണ്ടീഷൻ നമ്മളത് വിശദമായി പറഞ്ഞതാണ്. അപ്പൊ ആ കാര്യങ്ങളാണ് എഴുതേണ്ടത്.
കേട്ടോ. അപ്പൊ മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യങ്ങൾ ആ ഒരു ഡെഫിനേഷൻ കൊടുത്താണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, എ കൺസ്യൂമർ ഹാസ് 3 കൺസംഷൻ ബണ്ടിൽസ് 10, 12, 9, 10, 10, 15. Between these consumption selects 10, 15. The preference of this type is known as. അതായത് 10, 12, 9, 10, 10, 15 ഇതിനകത്ത് അല്ലെങ്കിൽ എമംഗ് ദീസ് കൺസംഷൻ ബണ്ടിൽസ് ദ കൺസ്യൂമർ പ്രിഫേഴ്സ് 10, 15. ഇതിൽ കൺസ്യൂമർ 10, 15 ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഇതിനെ ഈ ടൈപ്പ് പ്രിഫറൻസിന് എന്താ പേര് വിളിക്കുന്നുള്ളത്? മോണോട്ടോണിക് പ്രിഫറൻസ് എന്നാണ് പറയുന്നത് അല്ലെ. കാരണം 10, 15 എന്ന് പറയുന്നത് 9, 10-നേക്കാളും കൂടുതലാണ്, 10, 12-നേക്കാളും കൂടുതലാണ്. അപ്പൊ ഇതെല്ലാം കമ്പയർ ചെയ്തിട്ട് കൂടിയ ബണ്ടിലായിരിക്കും ഉപഭോക്താവ് സെലക്ട് ചെയ്യുക. കാരണം അത് അതിന്റെ അർത്ഥം അദ്ദേഹം മോണോട്ടോണിക് പ്രിഫറൻസ് ഫോളോ ചെയ്യുന്നുള്ള കാര്യം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ബണ്ടിൽസ് 4, 5 ആൻഡ് 5 ഫോർ വാട്ട് വിൽ ബി ദ ബിഹേവിയർ ഓഫ് എ റാഷണൽ കൺസ്യൂമർ ഹിയർ. ഒരു യുക്തിപൂർവം ചിന്തിക്കുന്ന ഒരു ഉപഭോക്താവ് 4, 5, 5, 4 എന്നുള്ള കൺസംഷൻ ബണ്ടിൽ ഏത് പ്രിഫർ ചെയ്യുന്നുള്ളത്? ഏത് പ്രിഫർ ചെയ്യുന്നല്ലേ ചോദിച്ചിരിക്കുന്നത്, കൺസ്യൂമറുടെ ബിഹേവിയർ എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 4 ആപ്പിളും 5 ഓറഞ്ചും ഒന്നെങ്കിൽ, അല്ലെങ്കിൽ 5 ഓറഞ്ചും 4 ആപ്പിളും. ഇപ്പൊ കൺസ്യൂമർ വിൽ ബി ഇൻഡിഫറന്റ് എന്നുള്ളതാണ് അതിന്റെ ആൻസർ. നിസ്സംഗനായിരിക്കും. ചായയോ കാപ്പി ഏതായാലും മതി എന്ന് പറയുന്ന പോലെയാണ് സാധാരണഗതിയിൽ കേട്ടോ. ഇനിയിപ്പം ചില കേസുകളിൽ എന്തായിരിക്കും, ഒരു പ്രിഫറൻസ് അദ്ദേഹത്തിന് കാണും. ഇപ്പൊ നോർമലി അദ്ദേഹം ഇൻഡിഫറന്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഈ രണ്ടും ഒരേ യൂട്ടിലിറ്റി ആയിരിക്കും സാധാരണഗതിയിൽ നമ്മുടെ തിയറി പ്രകാരം അദ്ദേഹത്തിന് ലഭിക്കുക. കാരണം എന്താ, 2 ബണ്ടിലുകളിനകത്തും ഒരേ യൂട്ടിലിറ്റി അദ്ദേഹത്തിന് ലഭിക്കും. യൂട്ടിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഒരേ യൂട്ടിലിറ്റിയാണ്. ഒരു ഏതെങ്കിലും 2 ആശയം പിടിയിട്ടില്ല അല്ലെ, ഒരു ഇൻഡിഫറൻസ് കർവിന്റെ ഏതെങ്കിലും 2 പോയിന്റുകൾ എടുക്കുകയാണെങ്കിൽ ആ ഇൻഡിഫറൻസ് കർവിന്റെ 2 പോയിന്റുകളാണ് ഈ കാണിച്ചിരിക്കുന്നത് 4, 5, 5, 4 എന്നുള്ളത്. അപ്പോൾ ഒരു ഉപഭോക്താവിന് തുല്യ സംതൃപ്തി നൽകുന്ന പോയിന്റുകളെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പോയിന്റുകളിലെല്ലാം കൺസ്യൂമർ ഇൻഡിഫറന്റ് ആയിരിക്കും. ഏത് കിട്ടിയാലും ഹാപ്പിയാണ്. ഇവിടെ ഇൻഡിഫറന്റ് ആയിരിക്കും എന്നുള്ളത് ഇരിക്കാൻ മതി കേട്ടോ. നിസ്സംഗരായിരിക്കും എന്നുള്ളത് അതിന്റെ മലയാളം. ഫൈൻഡ് MRs of 10, 8, 8, 10 and define MRs. അതായത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഓർക്കുന്നുണ്ടല്ലോ അല്ലെ? എന്താണ്? Between any 2 consumption bundles, if the consumer wants to consume more of one good, then he has to reduce or he has to sacrifice the other one. 2 അല്ലെങ്കിൽ ഒരു കൺസംഷൻ ബണ്ടിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 10, 8 എന്നുള്ള കൺസംഷൻ ബണ്ടിലിനകത്ത് 10 എന്നുള്ള ആപ്പിളും 8 എന്നുള്ള ഓറഞ്ചും ആണെങ്കിൽ ആപ്പിളിന്റെ എണ്ണം കൂട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് 10 ആപ്പിൾ എന്നുള്ളത് 11 കൂട്ടണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? ഓറഞ്ചിന്റെ എണ്ണം കുറയ്ക്കണം അല്ലെ. അതെന്തിനാ അങ്ങനെ കുറയ്ക്കേണ്ടി വരുന്നത്? അങ്ങനെ കുറച്ചാൽ മാത്രമേ ഉപഭോക്താവിന് എന്താണ് ആ ഇൻഡിഫറൻസ് കർവ് നിൽക്കാൻ പറ്റുള്ളൂ, സെയിം സാറ്റിസ്ഫാക്ഷൻ നിൽക്കാൻ പറ്റുള്ളൂ. അതായത് ഒരു ഉപഭോക്താവിന് തുല്യ സംതൃപ്തി ലഭിക്കാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇതൊക്കെ തന്നെയാണ്. അതൊക്കെ പിന്നെ മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇത്രമാത്രം മനസ്സിലാക്കുക. റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റേറ്റ് അറ്റ് വിച്ച് വൺ കൺസ്യൂമർ ഈസ് പ്രിപ്പയർഡ് ടു എക്സ്ചേഞ്ച് വൺ ഗുഡ് ഫോർ അനദർ, ദാറ്റ് ഈസ് നോൺ ആസ് റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിന്റെ ഒരു യൂണിറ്റ് കൂടുതൽ മേടിക്കുവാൻ വേണ്ടിയിട്ട് വേണ്ടെന്ന് വെക്കുന്ന രണ്ടാമത്തെ വസ്തുവിന്റെ അളവാണ് എന്ത്? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അത് ഡിമിനിഷിംഗ് ആണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇവിടെ MRS എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് എഴുതിയാൽ മതി. എന്താണ്? ഒരു വസ്തുവിന്റെ 1 യൂണിറ്റ് കൂടുതൽ കിട്ടുവാൻ വേണ്ടിയിട്ട് വേണ്ടെന്ന് വെക്കുന്ന രണ്ടാമത്തെ വസ്തുവിന്റെ അളവാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ എന്താണ്? The MRS is the rate at which one consumer is prepared to exchange one good for another എന്ന് എഴുതിയാലും മതി. രണ്ടും ഒന്ന് തന്നെയാണ്. ഇവിടെ MRS എത്രയാണ്? ആദ്യം നോക്കുക, ഇവിടെ രണ്ടാമത്തെ വസ്തുവാണ് കൂടുന്നത് അല്ലെ. 10, 8. ആദ്യം 10 ആപ്പിളും 8 ഓറഞ്ചും ഉള്ളത്. അത് 8, 10 ആയിട്ട് മാറുക ചെയ്യുന്നു. അതിന്റെ അർത്ഥം എന്താണ്? 10 ആപ്പിൾ എന്നുള്ളത് 8 ആയിട്ട് കുറയുന്നു. അപ്പോൾ ഓറഞ്ചിന്റെ എണ്ണം 8-ൽ നിന്ന് 10 ആയിട്ട് കൂടുന്നു. അതായത് ഓറഞ്ചിന്റെ എണ്ണം 8-ൽ നിന്ന് 10 ആയിട്ട് കൂട്ടുവാൻ വേണ്ടിയിട്ട് വേണ്ടെന്ന് വെക്കുന്ന ആപ്പിളിന്റെ എണ്ണമാണ് MRS. അതെത്രയാ? 10 എന്നുള്ള എത്രയായിട്ടാ കുറയുന്നത്? 8 ആയിട്ട് കുറയുന്നു. 8 എന്നുള്ള എത്രയായിട്ട് കൂടുന്നു? 10 ആയിട്ട് കൂടുന്നു അല്ലെ. അപ്പൊ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മുടെ ഫോർമുല ഓർക്കുന്നുണ്ടായിരിക്കും അല്ലെ. എത്രയാ? എന്തായിരുന്നു? Δx2 ഡിവൈഡ് ബൈ Δx1. ഓർക്കുന്നുണ്ടല്ലോ അല്ലെ. ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. റേറ്റ് പറയുമ്പോഴത്തേക്ക് ഒരു കാര്യം കൂടെ ഉണ്ട്.
ഇതാണ് മാർജിനൽ അല്ലെങ്കിൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇവിടെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കണക്കാക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ചേഞ്ച് ഇൻ x2 ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ x1 ആണ്. ഇപ്പൊ ചേഞ്ച് ഇൻ x2 നമ്മൾ ഇവിടെ എത്രയാണ് കണ്ടത്? ഏതാ നമ്മുടെ ഈ ചോദ്യത്തിനകത്ത് ചേഞ്ച് ഇൻ x2 എത്രയാണ്? 8ൽ നിന്ന് 10 ആയിട്ടല്ലേ കൂടുന്നത്. അപ്പൊ രണ്ടാമത്തെ വസ്തുവിന്റെ അളവിനകത്തുണ്ടായ മാറ്റം എത്രയാണ്? 2. ചേഞ്ച് ഇൻ x2 എന്ന് പറയുന്നത് 8ൽ നിന്ന് 10 ആയിട്ട് കൂടുമ്പോൾ 2. ഡെൽറ്റ x2 എന്ന് പറയുന്നത് 2. ചേഞ്ച് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ x1. ഒന്നാമത്തെ വസ്തുവിന്റെ മാറ്റം എന്ന് പറയുന്നത് എത്രയാണ്? ചേഞ്ച് അതും 2 തന്നെ. 10ൽ നിന്ന് 8 ആയിട്ട് കുറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ രണ്ടാമത്തെ വസ്തു കൂടുന്നത് നമ്മുടെ ക്വസ്റ്റ്യനകത്ത്. അപ്പം 2 ഡിവൈഡ് ബൈ 2 അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ നമ്മൾ എടുക്കുന്ന അറിയാമല്ലോ അല്ലെ. 2 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 1. അപ്പൊ MR എന്ന് പറഞ്ഞ ഇവിടെ 1 ആയിരിക്കും. ഓക്കെ. പത്താമത്തെ വാട്ട് യു മീൻ ബൈ ഡിമിനിഷിങ് MRs. നമുക്ക് ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ അല്ലെ. ഡിമിനിഷിങ് ഡയഗ്രാം വരച്ച് വേണം വിശദീകരിക്കാൻ കേട്ടോ. ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പറയുന്നത് എന്താണ്? ഒരു ഉപഭോക്താവ് ഒരു വസ്തുവിന്റെ ഒരു യൂണിറ്റ് കൂടുതൽ വാങ്ങുവാൻ വേണ്ടിയിട്ട് വേണ്ടെന്ന് വയ്ക്കുന്ന രണ്ടാമത്തെ വസ്തുവിന്റെ അളവ് എന്ന് പറയുന്നത് കുറഞ്ഞു കുറഞ്ഞു വരും എന്നുള്ളതാണ്. അതായത് ആപ്പിളിന്റെ എണ്ണം കൂട്ടുവാൻ വേണ്ടി കൂടുതൽ ആപ്പിൾ മേടിക്കുവാൻ വേണ്ടിയിട്ട് വേണ്ടെന്ന് വെക്കുന്ന ഓറഞ്ച് ആദ്യമേ എത്രയാണ്? 5 ആണ്. പിന്നെ ഒരു ആപ്പിളൂടെ കിട്ടുവാൻ വേണ്ടിയിട്ട് വേണ്ടെന്ന് വെക്കുന്ന ഓറഞ്ച് 3 ആണ്, പിന്നെ 2 ആണ്, പിന്നെ 1 ആണ്. അപ്പം ആപ്പിൾ അല്ലെങ്കിൽ ഒന്നാമത്തെ വസ്തുവിന്റെ അളവ് കൂടുതൽ വാങ്ങിക്കുവാൻ വേണ്ടിയിട്ട് വേണ്ടെന്ന് വെക്കുന്ന ഓറഞ്ചുകളുടെ എണ്ണം കുറഞ്ഞു വരും. അതാണ് ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. വേണ്ടെന്ന് വെക്കുന്ന വസ്തുവിന്റെ അളവ് ഡിക്ലൈനിങ് ആണ് എന്നുള്ളതാണ്. അപ്പൊ അതാ നമ്മൾ പറഞ്ഞ പോലെ ആ ഡയഗ്രാം വരച്ചിട്ട്, ഡയഗ്രാം മാത്രം വരച്ചാൽ മതി. അതിന്റെ ആപ്പിളിന്റെ ഓറഞ്ചിന്റെ എണ്ണോ ടേബിൾ ഒന്നും വരയ്ക്കണമെന്നില്ല. ആ ഡയഗ്രാം ആണ് പ്രധാനമായിട്ട് കാര്യം. ഏതാണ്? ഇൻഡിഫറൻസ് കർവിന് തൊട്ട് മുമ്പിലത്തെ ഡയഗ്രാം നിങ്ങൾക്കറിയാം അല്ലെ. ഡിമിനിഷിങ് MRs നമ്മൾ വിശദീകരിച്ച ആ വീഡിയോയിൽ അതുണ്ട്. അത് കേൾക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് ആ ഡയഗ്രാം വരച്ചിട്ട് വിശദീകരിച്ചാൽ മതി. ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഉപഭോക്താവ് ഒന്നാമത്തെ വസ്തുവിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വേണ്ടെന്ന് വെക്കുന്ന രണ്ടാമത്തെ വസ്തുവിന്റെ അളവ് എന്ന് പറയുന്നത് കുറഞ്ഞു കുറഞ്ഞു വരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് അല്ലെങ്കിൽ കോൺവെക്സ് ടു ദ ഒറിജിൻ ആയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഡയഗ്രാം വരച്ചിട്ട് അത് വിശദീകരിച്ചാണ്. ടെക്സ്റ്റിലും ഉണ്ടത്, സംശയിക്കേണ്ട ആവശ്യമില്ല. ഡിഫൈൻ ആൻ ഇൻഡിഫറൻസ് കർവ് ആൻഡ് വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഈച്ച്. ഒരു ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻ ഇൻഡിഫറൻസ് കർവ് ഇസ് എ ലോക്കസ് ഓഫ് കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ് വിച്ച് ഗീവ് ദ കൺസ്യൂമർ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത്. ഒരു ഉപഭോക്താവിന് തുല്യ സംതൃപ്തി നൽകുന്ന രണ്ട് വസ്തുക്കളുടെ വ്യത്യസ്തങ്ങളായ കോമ്പിനേഷനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഒരു രേഖയാണ് നിസ്സംഗതാ വക്രം എന്നുള്ളത്. അപ്പൊ ആ നിസ്സംഗതാ വക്രത്തിലെ എല്ലാ പോയിന്റുകളിലും ഉപഭോക്താവിന് എങ്ങനെയായിരിക്കും? സെയിം യൂട്ടിലിറ്റി ആയിരിക്കും അല്ലെ. എല്ലാ പോയിന്റിലും സെയിം യൂട്ടിലിറ്റിയാണ്. അപ്പോ ഒരു വസ്തുവിന്റെ അളവ് കൂടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു വസ്തുവിന്റെ അളവ് കൂടുന്നു, മറ്റേ വസ്തുവിന്റെ അളവ് കുറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇൻഡിഫറന്റ് ആയിരിക്കും എന്നുള്ള ഇൻഡിഫറൻസ് കർവിന്റെ പേര് തന്നെ അങ്ങനെയാണ്. ഇൻഡിഫറന്റ് ആയിരിക്കും എല്ലാ പോയിന്റുകളും. അപ്പൊ ഒരു ഇൻഡിഫറൻസ് കർവ് എന്താന്ന് ഡിഫൈൻ ചെയ്യുക. അതിന്റെ പ്രോപ്പർട്ടീസും പറയുക. പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? 3 പ്രോപ്പർട്ടീസ് നമ്മൾ പ്രധാനമായിട്ടും കണ്ടത്. ഇൻഡിഫറൻസ് കർവ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാന്ന് പറഞ്ഞു? ഡിമിനിഷിങ് MRs ഉള്ളതുകൊണ്ടാന്ന് പറഞ്ഞു. ആൻഡ് ഇൻഡിഫറൻസ് കർവ് ഈസ് കോൺവെക്സ് ടു ദ ഒറിജിൻ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ. അതൊക്കെ ഇതിനകത്ത് പറയാവുന്ന ആഡ് ചെയ്യാവുന്ന കാര്യമാണ്. കോൺവെക്സ് ടു ദ ഒറിജിനും ഡൗൺവേർഡ് സ്ലോപ്പിംഗും ഒരേ ആശയം തന്നെ ഒരു രീതി വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രധാനമായിട്ടുള്ള പോയിന്റ്, ഹയർ ഇൻഡിഫറൻസ് കർവ് ഷോസ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, ലോവർ ഇൻഡിഫറൻസ് കർവ് ഷോസ് ലോവർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള കാര്യം പറഞ്ഞു. രണ്ടാമത്തെ പ്രോപ്പർട്ടി. ആദ്യത്തെ പ്രോപ്പർട്ടി എന്താണ്? ഇൻഡിഫറൻസ് കർവ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് അല്ലെ. അപ്പൊ അത് തന്നെയാണ് കോൺവെക്സ് ടു ദ ഒറിജിൻ. രണ്ടാമത്തെ പ്രോപ്പർട്ടി ഹയർ ഇൻഡിഫറൻസ് കർവ് ഷോസ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ലോവർ ഇൻഡിഫറൻസ് കർവ് ഷോസ് ലോവർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള പോയിന്റ് ആണ്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ടു ഇൻഡിഫറൻസ് കർവ്സ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ എന്നുള്ളതാണ്. രണ്ട് ഇൻഡിഫറൻസ് കർവുകൾ പരസ്പരം ഛേദിക്കില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ. ഒരു ഇൻഡിഫറൻസ് കർവിന്റെ എല്ലാ പോയിന്റുകളിലും ഒരേ സാറ്റിസ്ഫാക്ഷൻ ആണുള്ളത്. അപ്പൊ ഈ ഒരു ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഇൻഡിഫറൻസ് കർവില് എന്ന് പറയുന്നത്, ആദ്യത്തെ എ എന്നുള്ള ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് ഇൻഫീരിയർ ഇൻഡിഫറൻസ് കർവാണ്, താഴ്ന്നതാണ്. കാരണം താഴ്ന്ന ലെവൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. ബി എന്നുള്ള ഇൻഡിഫറൻസ് കർവോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ലൈൻ വരയ്ക്കുമ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹയർ ഇൻഡിഫറൻസ് കർവ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ
ഈ ഇൻഡിഫറൻസ് കർവ് ആയിരിക്കും സെലക്ട് ചെയ്യുക, കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന പോയിന്റ് ബിയിലുള്ളത് കൊണ്ട്. പക്ഷെ അതേ ഇൻഡിഫറൻസ് കർവ് ഇങ്ങോട്ടേക്ക് വരുമ്പം ഇത് ടാൻജന്റ് ആകുമ്പോൾ നോക്കുക, ഇവിടെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ ഹയർ ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ലോവർ ലെവലിലേക്ക് വന്നിരിക്കുക. എ എന്നുള്ള ഇൻഡിഫറൻസ് കർവോ ഉയർന്ന ഇൻഡിഫറൻസ് കർവാണ് എന്ന് പറഞ്ഞ എന്താണ്? എ എന്നുള്ള ഇൻഡിഫറൻസ് കർവ് ഇപ്പോൾ ഉയർന്ന സാറ്റിസ്ഫാക്ഷൻ കിട്ടും ബി യെക്കാളും. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അതിന്റെ ഒരു വശത്ത് രണ്ട് റിസൾട്ട് കിട്ടുക എന്നുള്ളത് അങ്ങനെ സംഭവിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. അതിന്റെ പ്രോപ്പർട്ടിയാണ്. ഒരിക്കലും അതങ്ങനെ സംഭവിക്കില്ല. സംഭവിച്ചാൽ അത് ഇൻഡിഫറൻസ് കർവ് അല്ല. 12ാമത്തെ ഡിസ്ക്രൈബ് ദ മേജർ ഡിഫറൻസസ് ഓഫ് കാർഡിനൽ ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. നമ്മളത് അതിനകത്ത് പറഞ്ഞ കാര്യം തന്നെ അല്ലെ. ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇവിടെ പറഞ്ഞ കാര്യമാണ്. എന്തൊക്കെയാണ്? ഈ ഒരു സ്ലൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ഒന്ന്, കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞ് ഡെവലപ്പ് ചെയ്ത് മാർഷലാന്ന് പറഞ്ഞു. ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞ് ഹിഗ്സും അലനും ചേർന്നിട്ടാണ്. കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാം. അളക്കാൻ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 1, 2, 3 അല്ലെങ്കിൽ എന്താണ് 1, 2 എന്നുള്ള രീതിയിൽ അളക്കാൻ പറ്റും. ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്, സെക്കൻഡ് എന്നുള്ള രീതിയിൽ റാങ്ക് ചെയ്യാനേ പറ്റുള്ളൂ. കാർഡിനൽ യൂട്ടിലിറ്റി മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റിയാണ്. ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത് ഡിമിനിഷിംഗ് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അതുപോലെ തന്നെ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത് ഡിമാൻഡ് കർവിന്റെ നെഗറ്റീവ് സ്ലോപ്പ് അല്ലെങ്കിൽ ഡൗൺവേർഡ് സ്ലോപ്പ് എന്ന് പറഞ്ഞ് വിശദീകരിക്കുന്നുണ്ട്. ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് മെയിൻ ടൂൾ എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവ് ആണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻസ്, എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? 12 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ചോദ്യങ്ങൾ ഇതിന്റെ ഉത്തരങ്ങൾ എഴുതി തിങ്കളാഴ്ച തന്നെ എനിക്ക് അയച്ചു തരിക, അല്ലെ തിങ്കളാഴ്ചക്ക് മുൻപായിട്ട് തന്നെ അയച്ചു തരിക. വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ട് അല്ലെ ക്ലാസ്സുകൾ കാണുന്നുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ വീണ്ടും എനിക്ക് ക്ലാസ് എടുക്കാനുള്ള താല്പര്യം തോന്നുള്ളൂ. ആ താല്പര്യം നിങ്ങളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ് എന്ന് മാത്രം മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളിലേക്ക് ചിലപ്പോൾ പോകും. കാരണം നിങ്ങളിപ്പം മുൻവർഷങ്ങളിലെ നിങ്ങളുടെ സെക്കൻഡ് ഇയേഴ്സ് ഫേസ് ചെയ്ത പോലത്തെ ഒരു പ്രശ്നമല്ല നിങ്ങൾ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ജയിച്ചു പോവുകയല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഒരുപക്ഷെ ഒന്നും പഠിച്ചില്ലെങ്കിൽ കൂടി ഈ വർഷം നമുക്ക് അറിഞ്ഞൂടെ, എല്ലാവരെയൊക്കെ ജയിപ്പിച്ച് വിട്ടേക്കാം. പരീക്ഷയൊക്കെ നടത്തിയാലും കുറേയൊക്കെ ജയിപ്പിച്ച് വിട്ടേക്കാം. പക്ഷെ എന്തായാലും നിങ്ങൾ ഡിഗ്രിക്ക് പോകുക അല്ലെങ്കിൽ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പോകണമെന്ന് ആഗ്രഹമുള്ളവരെ സംബന്ധിച്ച് പിന്നീട് ഇത് വലിയ ഒരു ബുദ്ധിമുട്ടായിട്ട് മാറും. കോളേജുകളിലൊന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പഠിക്കാൻ സമയം ലഭിക്കില്ല. സെമസ്റ്റർ സിസ്റ്റം ആണുള്ളത്. പഠിക്കാൻ പറ്റുന്നവർ മാത്രം അവിടെ സെമസ്റ്ററുകൾ പാസ്സായി മുന്നോട്ട് പോവുള്ളൂ. അതുകൊണ്ട് അതിലേക്കൊന്നും നമ്മൾ പോകല്ല. അതൊക്കെ ചിന്തിച്ചോണം. നിങ്ങൾ വീഡിയോകൾ കാണുക, ക്ലാസ്സുകൾ കാണുക, സംശയങ്ങൾ ചോദിക്കുക. എനിക്ക് പേഴ്സണലായിട്ട് വാട്സപ്പ് വോയിസ് ക്ലിപ്പോ എങ്ങനെയെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നിസ്സാരമായ സംശയങ്ങളാണെങ്കിലും മടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു മടിയുടെ ആവശ്യമില്ല. എന്നെ വിളിക്കണമെന്നില്ല. ജെന്യുവൻ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യമുള്ള കാര്യങ്ങളിൽ വിളിക്കണമെന്നില്ല. മറിച്ച് എന്ത് ചെയ്താൽ മതി? വാട്സപ്പിൽ വോയിസ് ക്ലിപ്പ് ഇട്ടാൽ മതി. ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ ഒരു മടിയുടെ ആവശ്യം വരുന്നില്ല. അങ്ങനെ ഒരു തോന്നേണ്ട കാര്യമില്ല. വീണ്ടും പറയാണ്, നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. എങ്കിൽ മാത്രമേ എനിക്കതൊരു ഫീഡ്ബാക്ക് ആയിട്ട് കരുതാൻ പറ്റുള്ളൂ. ഇപ്പൊ ക്ലാസ്സിലാണെങ്കിൽ നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ വീണ്ടും മറ്റൊരു രീതിയിൽ അത് സിംപ്ലിഫൈ ചെയ്ത് പറയാൻ പറ്റും. ഇവിടെ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. ഒരു വൺ വേ ആണ്. അതുകൊണ്ട് തന്നെ ഈ തിയറികൾ എടുക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഇങ്ങനെയുള്ള വീഡിയോകളാണ് നല്ലത്. അല്ലാണ്ട് ലൈവായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങൾ ഡിസ്റ്റർബൻസും ക്രിയേറ്റ് ചെയ്യപ്പെടാം കേട്ടോ. അപ്പൊ ഇത് വൺ വേ ആണ്. ഇതിന് അങ്ങനെ പ്രശ്നമുണ്ട്, പക്ഷെ കുറെ ഗുണങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ആ ഫീഡ്ബാക്ക് നിങ്ങൾ എനിക്ക് തരണം. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. നോട്ടുകൾ പറയുന്ന കൃത്യമായിട്ട് എഴുതിയിട്ട് സമയത്തിനുള്ളിൽ തന്നെ അയച്ചു തരണം. എങ്കിലേ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. അപ്പൊ നിങ്ങൾ ഇതുവരെയുള്ള പഠിച്ചെങ്കിൽ മാത്രമേ എനിക്കടുത്ത് എടുത്തിട്ട് കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ ഇതുവരെയുള്ള പഠിക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും അടുത്തതിലേക്ക് പോയാൽ അത് പഠിക്കാൻ സാധിക്കില്ല. ഇതെല്ലാം കണക്ട് ചെയ്ത് കിടക്കുന്ന ചെയിൻ പോലെ തന്നെ. അപ്പൊ അത് വളരെ സീരിയസ് ആയ കാര്യമാണ് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടും അതല്ലെങ്കിൽ. അതുകൊണ്ട് വീഡിയോകൾ കാണുക, ടെസ്റ്റ് വെച്ചിട്ട് വായിച്ച് പഠിക്കുക, ക്വസ്റ്റ്യൻ ആൻസർ എഴുതി പഠിക്കുക. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഒരു എക്സാം നടത്തണമെന്നാണ് കരുതുന്നത്. നിങ്ങൾ തിങ്കളാഴ്ച സബ്മിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും എക്സാം എന്നാന്നുള്ള കാര്യം ഞാൻ പറയാം. എക്സാം എന്തായാലും നടത്തും. അടുത്ത ആഴ്ച ഒരു ദിവസം എക്സാം എന്തായാലും നടത്തണമെന്നാണ് കരുതപ്പെടുന്നത്. അത് എങ്ങനെയാണ്, എത്ര മാർക്കാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് വിശദമാക്കാം.
ഓക്കെ, താങ്ക് യു.